ഹലോ ഓൾ, XNY ലേണിംഗിന്റെ JEE ബാച്ചിലേക്കുള്ള അഡ്മിഷൻ കം സ്കോളർഷിപ്പ് ടെസ്റ്റിനെ കുറിച്ചുള്ള വീഡിയോസ് നേരത്തെ തന്നെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടുതൽ ഡെപ്തിലുള്ള ഡീറ്റെയിൽസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ XIQ എന്ന പേരിൽ XNY IIT Quest എന്ന പേരിൽ ഞങ്ങൾ നടത്തുന്ന എക്സാമിലൂടെ അടുത്ത വർഷത്തെ, അതായത് ഇപ്പോൾ 10th പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കാണ് ഈ എക്സാം എഴുതാൻ സാധിക്കുക. അടുത്ത വർഷത്തെ ഞങ്ങളുടെ രണ്ട് ടൈപ്പ് ഓഫ് ബാച്ചുകൾ, JEEക്ക് വേണ്ടി ഫോക്കസ്ഡ് ആയിട്ടുള്ള ബ്ലെൻഡഡ് ബാച്ചിലേക്കും അതുപോലെ തന്നെ ഓഫ്ലൈൻ ഇൻ്റഗ്രേറ്റഡ് ബാച്ചുകളിലേക്കുമുള്ള അഡ്മിഷനാണ് ഈ എക്സാം വഴി നടത്താൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിലേക്കുള്ള സെലക്ഷൻ മാത്രമല്ല, നന്നായിട്ട് സ്കോർ ചെയ്യുന്ന ആളുകൾക്ക് ക്യാഷ് പ്രൈസും അതുപോലെ തന്നെ സ്കോളർഷിപ്പുകളും ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എക്സാമിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നോക്കുകയാണെങ്കിൽ, ആദ്യമായിട്ട് എക്സാമിൻ്റെ ഡേറ്റ് സെപ്റ്റംബർ 28 ഓഫ്ലൈൻ ആയിട്ടാണ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. വീട്ടിലിരുന്നുകൊണ്ട് എഴുതാനുള്ള ഓപ്ഷൻ ഇല്ല. ഡ്യൂറേഷൻ 2 മണിക്കൂർ. 2 മണിക്കൂറിൻ്റെ എക്സാം നിങ്ങൾക്ക് രാവിലെ 10 മുതൽ 12 വരെയാണ് എക്സാമിനേഷൻ്റെ ടൈം. ഇതിൻ്റെ സിലബസ് എന്ന് പറയുന്നത് 9ലും 10ലും നിങ്ങൾ പഠിച്ചിട്ടുള്ള ഫിസിക്സും കെമിസ്ട്രിയും മാത്തമാറ്റിക്സുമാണ് ക്വസ്റ്റ്യൻസ് ആയിട്ടുണ്ടാവുക. എക്സാം കമ്പ്യൂട്ടർ ബേസ്ഡ് ആണ്. കമ്പ്യൂട്ടർ ബേസ് എന്ന് പറയുന്നത് ഒരു കമ്പ്യൂട്ടർ സെന്ററിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, പോകണം. അവിടുത്തെ ഇൻവിജിലേറ്റഡ് ആയിട്ടുള്ള സെറ്റപ്പിലായിരിക്കും നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരിക, ഈ ഓഫ്ലൈൻ എക്സാം എഴുതേണ്ടി വരിക. എക്സാം ഫീസ് 150 റുപ്പീസ് മാത്രമേ ഉള്ളൂ. കേരളത്തിൽ എക്സാം എഴുതുന്ന ആളുകൾക്ക് 150 റുപ്പീസ് മാത്രമേ ഉള്ളൂ. GCCയിൽ എക്സാം എഴുതുന്ന ആളുകൾക്ക് 100 റിയാൽ അല്ലെങ്കിൽ ദിനാർ. നിങ്ങൾ ഏത് കൺട്രിയിലാണോ, 3 കൺട്രീസിലാണ് നമ്മൾ GCCയിൽ എക്സാം നടത്താൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന് UAE, ഖത്തർ, സൗദി. ഈ 3 രാജ്യങ്ങളിലെ അതായത് കറൻസിയിൽ 100 യൂണിറ്റ് ആണ് എന്തായിട്ട് വരിക, എക്സാം ഫീസ് ആയിട്ട് വരിക. അപ്പോൾ ഇത് നോട്ട് ചെയ്യുക. രജിസ്ട്രേഷൻ ലിങ്ക് കാര്യങ്ങളൊക്കെ താഴെ കൊടുക്കുന്നുണ്ട്. എക്സാമിൻ്റെ പാറ്റേൺ എന്ന് പറയുന്നത് 75 ക്വസ്റ്റ്യൻസിൻ്റെ എക്സാം ആയിരിക്കും 2 മണിക്കൂറിനുണ്ടായിരിക്കാം. അതിൽ സെക്ഷൻ എയിൽ 20 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്, ഫിസിക്സിൽ നിന്ന് 20 MCQ, 4 ഓപ്ഷൻസ് ഉള്ള MCQ ക്വസ്റ്റ്യൻസും 5 ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസും. ന്യൂമറിക്കൽ എന്ന് പറഞ്ഞാൽ അതിന് ഓപ്ഷൻസ് ഒന്നും ഉണ്ടാവില്ല. അവിടെ ഒരു നമ്പർ എൻ്റർ ചെയ്യാനുള്ള ഒരു കോളം മാത്രമേ ഉണ്ടാവുള്ളൂ. എക്സാം ആൻസർ ചിലപ്പോൾ 1 2 3 4 ഏത് നമ്പർ ആവാം, 55 100 200 ഏത് നമ്പർ വേണമെങ്കിലും ആൻസർ ആവാം. ആ നമ്പർ നിങ്ങൾ ആ കോളത്തിൽ, ആ ഫീൽഡിൽ കറക്റ്റ് എൻ്റർ ചെയ്യുക എന്നുള്ളതാണ് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത. അതുപോലെ കെമിസ്ട്രിയിലും മാത്സിലും 20+5 എന്നുള്ളൊരു പാറ്റേൺ ആണ്. ടോട്ടൽ 75 ക്വസ്റ്റ്യൻസ്. ഇത് ആക്ച്വലി JEE മെയിൻ്റെ എക്സാക്ട് പാറ്റേൺ തന്നെയാണ്. അതിൽ ശരി ഉത്തരത്തിന് +4 മാർക്കും, റോങ് ആയി കഴിഞ്ഞാൽ -1. എല്ലാ ക്വസ്റ്റ്യൻസും റോങ് ആയി കഴിഞ്ഞാൽ -1 മാർക്ക് ഉണ്ട്, നെഗറ്റീവ് മാർക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ ന്യൂമറിക്കൽ അടക്കം നമുക്ക് അറിയില്ലെങ്കിൽ വെറുതെ നമ്പർ ഇൻസേർട്ട് ചെയ്യാൻ കഴിയില്ല. തെറ്റിക്കഴിഞ്ഞാൽ -1 ഉണ്ടാകും. അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ 0 മാർക്ക്. ഈ ഒരു പാറ്റേണിലാണ് എക്സാം നടത്താൻ ഉദ്ദേശിക്കുന്നത്. എക്സാമിൻ്റെ സിലബസ് ഇതാ, നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാം. നമ്മുടെ ഫിസിക്സിൽ നമ്മൾ ബേസിക്കലി 9th 8th പഠിച്ചിട്ടുള്ള യൂണിറ്റ്സും, മോഷൻ, ലോസ് ഓഫ് മോഷൻ, പ്രഷർ, വർക്ക് എനർജി, പവർ തുടങ്ങിയിട്ടുള്ള ചാപ്റ്റേഴ്സ്. 10th വരുന്ന സമയത്ത് ലൈറ്റ്, റിഫ്ലക്ഷൻ, റിഫ്രാക്ഷൻ, ഇലക്ട്രിസിറ്റി, മാഗ്നറ്റിക് എഫക്റ്റ് ഒക്കെ പോലുള്ള ചാപ്റ്റേഴ്സ് ആണ് എക്സാമിന് ഉണ്ടാവുക. കെമിസ്ട്രിയിലും അതെ, നിങ്ങൾക്ക് ഈ മുഴുവൻ പേരുകൾ വായിക്കാം. നിങ്ങൾ 9th 10th പഠിച്ചിട്ടുള്ള കെമിസ്ട്രിയിലെ ചാപ്റ്റേഴ്സ് തന്നെയാണ്. മാത്തമാറ്റിക്സിലും നമ്പർ സിസ്റ്റംസും പോളിനോമിയൽസ് തുടങ്ങി ട്രിഗണോമെട്രി വരെ എന്ത് ചെയ്യുന്നുണ്ടാകും, എക്സാമിന് ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കോർഡിനേറ്റ് ജിയോമെട്രി, ഓൾജിബ്ര. അപ്പോൾ ഒരുപാട് ഏരിയാസ് ഉള്ളത് കൊണ്ട് തന്നെ മേ ബി നിങ്ങളുടെ സ്കൂളിൽ ചിലപ്പോൾ ഇത്രയും കവർ ചെയ്തിട്ടുണ്ടാവില്ല, ചിലപ്പോൾ നിങ്ങൾ ഇത്രയും പഠിച്ചിട്ടുണ്ടാവില്ല, 9th പലതും നിങ്ങൾ മറന്നു പോയിട്ടുണ്ടാവാം. പക്ഷെ അതൊന്നും നിങ്ങൾ വെറി ചെയ്യേണ്ട ആവശ്യമില്ല. ഒരുപാട് ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് ആരും തന്നെ മുഴുവൻ പഠിച്ചിട്ടൊന്നും എക്സാം എഴുതുക. നിങ്ങൾക്ക് അറിയുന്ന ടോപ്പിക്കുകൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, പ്രിപ്പയർ ആയിട്ട് തന്നെ എക്സാമിന് വരിക. കേരളത്തിൽ ഒരുപാട് സെന്റേഴ്സ് ഇത്തവണ പ്ലാൻ ചെയ്തിട്ടുണ്ട്. കണ്ണൂർ, കോഴിക്കോട്, കോട്ടക്കൽ, തൃശ്ശൂർ, പാലക്കാട്, എറണാകുളം, കോട്ടയം, ട്രിവാൻഡ്രം. ഇത്രയും സെന്ററുകളാണ് കേരളത്തിൽ നിങ്ങൾക്ക് എക്സാം എഴുതാനുള്ളത്. അതുകൊണ്ട് ഏത് ജില്ലയിലുള്ള കുട്ടികളാണെങ്കിലും ഇതിലേതെങ്കിലും ഒരെണ്ണം ചൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റ്ലി എന്ത് ചെയ്യാം, സെന്ററിൽ പോയിട്ട് തന്നെ എക്സാം എഴുതാം. അപ്പോൾ കേരളത്തിൽ എക്സാം എഴുതാൻ പ്ലാൻ ചെയ്യുന്ന ആളുകൾക്ക് ഇത് ഓൺലൈനായിട്ട് വീട്ടിലിരുന്ന് എഴുതുന്ന ഒരു ഓപ്ഷൻ ഇല്ല. ഇനി GCCയിലെ സെന്ററുകൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 3 കൺട്രീസിൽ ഫൈനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് രജിസ്റ്റർ ചെയ്യുന്ന ആളുകൾക്ക് അതിൻ്റെ കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് അയച്ചു തരും. ആൻഡ് ഇതിനു വേണ്ടിയുള്ള ക്ലാസ്സുകൾ കഴിഞ്ഞ 2 വർഷങ്ങളിലായിട്ട് XIQന് വേണ്ടി സ്പെഷ്യലായിട്ട് ലൈവ് ക്ലാസ്സുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പ്ലേലിസ്റ്റ് താഴെ ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആണ്. അപ്പോൾ കുറച്ചുകൂടെ ഹയർ ലെവൽ ക്വസ്റ്റ്യൻസ് നമ്മുടെ XNYൻ്റെ ഫാക്കൽറ്റി ടീം തന്നെ ഡിസ്കസ് ചെയ്യുന്ന ഫിസിക്സിലും അതുപോലെ തന്നെ കെമിസ്ട്രിയിലും മാത്തമാറ്റിക്സിലും ഒക്കെ ഡിസ്കസ് ചെയ്യുന്ന ക്ലാസ്സുകൾ കഴിഞ്ഞ വർഷത്തത് അവൈലബിൾ ആണ്. ആ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കണ്ടു തുടങ്ങാം. ഈവൻ XIQന് മാത്രമല്ല, ഈ വർഷം നിങ്ങൾ എഴുതാൻ പോകുന്ന നിരവധി സ്കോളർഷിപ്പ് എക്സാമുകൾക്ക് ഡെഫിനറ്റ്ലി ഇത് യൂസ്ഫുൾ ആയിരിക്കും. ഈ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് താഴെ ഉണ്ടായിരിക്കും. ഡെഫിനറ്റ്ലി അത് ചെക്കൗട്ട് ചെയ്യാം. ആൻഡ് ഓൾസോ നമ്മുടെ ക്യാഷ് പ്രൈസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ ഓഫ് 1 lakh റുപ്പീസ് ആണ് ക്യാഷ് പ്രൈസ് ആയിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ളത്, ക്യാഷ് അവാർഡായിട്ട് തന്നെ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതിൽ നമ്മുടെ XIQയിൽ ഫസ്റ്റ് റാങ്കിൽ വരുന്ന ആൾക്ക് 50,000 റുപ്പീസും, സെക്കൻഡ് റാങ്കിൽ വരുന്ന ആൾക്ക് 25,000 റുപ്പീസ്, തേർഡ് റാങ്കിൽ വരുന്ന ആൾക്ക് 10,000, ഫോർത്ത് റാങ്കിൽ 5,000ഉം, ഫിഫ്ത്ത് റാങ്കിൽ വരുന്ന ആൾക്ക് 2,500 റുപ്പീസിൻ്റെയും ക്യാഷ് അവാർഡാണ് ഉണ്ടായിരിക്കുക. 6th മുതൽ 10th വരെ റാങ്കിൽ വരുന്ന ആളുകൾക്ക് 1,500 റുപ്പീസ് ഈച്ച്. സോ എ ടോട്ടൽ ഓഫ് 1 ലക്ഷം രൂപ, 1 ലക്ഷം രൂപയുടെ ക്യാഷ് പ്രൈസ് ഉണ്ട്. ഇത് കൂടാതെ തന്നെ നിരവധി സ്കോളർഷിപ്പുകൾ നമ്മുടെ 2 ബാച്ചുകളിലേക്കും, ഓഫ്ലൈൻ ഇൻ്റഗ്രേറ്റഡ് ബാച്ച് XNY ലേണിംഗ് തുടങ്ങാൻ പോവുകയാണ്. ഒരുപാട് പാരൻസും കുട്ടികളും ഒരുപാട് കാലമായിട്ട് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതിലേക്ക് ജോയിൻ ചെയ്യുന്ന ആളുകൾക്ക് നമ്മുടെ XIQൻ്റെ ആ റാങ്ക് ലിസ്റ്റിലെ ആദ്യത്തെ 20 റാങ്കിൽ വരുന്ന ആളുകൾക്ക് നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ 100% കോഴ്സ് ഫീസ് സ്കോളർഷിപ്പ് കിട്ടും. അടുത്ത 5 കുട്ടികൾക്ക്
90% ആണ്. അടുത്ത 5 ആളുകൾക്ക് 75, നെക്സ്റ്റ് 5ന് 60, പിന്നെ 50 ആൻഡ് 35 ആൻഡ് ഫൈനലി ലാസ്റ്റ് 5 കുട്ടികൾക്ക് 20% കോഴ്സ് ഫീസ് സ്കോളർഷിപ്പും കിട്ടും. 10% സെലക്ട് ചെയ്യുന്ന എല്ലാവർക്കും നമ്മളൊരു കട്ട് ഓഫ് എക്സാം വന്നതിന് ശേഷം നിശ്ചയിക്കും. അതിന് മുകളിൽ സ്കോർ ചെയ്തിട്ടുള്ള എല്ലാവർക്കും നമ്മുടെ ഓഫ്ലൈൻ ഇൻ്റഗ്രേറ്റഡ് ബാച്ചിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ 10% സ്കോളർഷിപ്പ് നൽകുന്നതാണ്. ആൻഡ് നോട്ട് ചെയ്യുക, ഈ ഒരു സ്കോളർഷിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് ഇയറിൻ്റെ ഫീസിലേക്ക് മാത്രമാണ്. സെക്കൻഡ് ഇയറിലേക്ക് നമ്മൾ അഗെയിൻ എൻഡ് ഓഫ് +1 ഒരു ഡിഫറെൻറ്റ് എക്സാം കണ്ടക്ട് ചെയ്യും. ആ എക്സാമിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും സെക്കൻഡ് ഇയറിലെ സ്കോളർഷിപ്പുകളും ഫീസും ഒക്കെ തീരുമാനിക്കുന്നുണ്ടാവുക. സിമിലർലി അതുപോലെ തന്നെ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന IOQM എക്സാം, അതിൻ്റെ സെക്കൻഡ് റൗണ്ട് ആയിട്ടുള്ള RMO, അതുപോലെ തന്നെ നവംബറിൽ നടക്കാൻ പോകുന്ന NSE JS, ഇതൊക്കെ 10th കുട്ടികൾ എഴുതാൻ പറ്റുന്ന എക്സാമുകളാണ്. ഈ എക്സാമിലൊക്കെ നിങ്ങൾക്ക് ക്വാളിഫൈഡ് ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് 100% സ്കോളർഷിപ്പാണ്. ഓക്കെ, IOQM-ന്റെ എക്സാം ഇന്നലെ കഴിഞ്ഞു. നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി അതിൻ്റെ 100% സ്കോളർഷിപ്പോട് കൂടി നിങ്ങൾ ക്വാളിഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻ്റഗ്രേറ്റഡ് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം. ഞാനും അജ്മൽ സാറും ലീഡ് ചെയ്യുന്ന IITians ക്ലാസ്സുകൾ എടുക്കുന്ന ലീഡ് ചെയ്യുന്ന പ്രോഗ്രാമാണ്. വളരെ ലിമിറ്റഡ് നമ്പർ ഓഫ് കുട്ടികളെ എടുത്തുകൊണ്ട് എക്സ്ക്ലൂസീവ്ലി JEE ഫോക്കസ് ചെയ്തുകൊണ്ട് നടത്തുന്ന പ്രോഗ്രാമാണ്. അപ്പോൾ ഇതൊരു സ്കൂൾ പ്ലസ് എൻട്രൻസ് അല്ല, സ്കൂളും എൻട്രൻസും ഒരുമിച്ച് കൊണ്ടുപോകുന്ന സിസ്റ്റമാണ്. ഇനി നമ്മുടെ ബ്ലെൻഡഡ് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഓഫ്ലൈനായിട്ട് വന്ന് പഠിക്കാൻ താല്പര്യമില്ല അല്ലെങ്കിൽ അഫോർഡ് ചെയ്യാൻ കഴിയാത്ത ആളുകൾക്ക് നമ്മുടെ ഓൺലൈൻ പ്ലസ് ഓഫ്ലൈൻ ബാച്ചിൽ ജോയിൻ ചെയ്യാം. എന്ന് വെച്ചാൽ നമ്മുടെ ക്ലാസ്സസും എക്സാമിനേഷനൊക്കെ ഒരു മെയിൻലി ഓൺലൈനിൽ തന്നെയാണ് നടക്കുക. പക്ഷേ മാസത്തിലൊരിക്കൽ നമ്മുടെ കോൺടാക്ട് ക്ലാസ്സുകളും എക്സാമുകളും ഉണ്ടാകും. ഈ ഓഫ്ലൈൻ മീറ്റപ്പുകൾ കേരളത്തിൽ 2 സ്ഥലത്ത് വെച്ച് നമ്മൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. അവിടെ വന്നുകൊണ്ട് നിങ്ങൾക്ക് ടീച്ചേഴ്സിൻ്റെ സെഷൻസും ക്ലാസ്സുകൾ ഉണ്ടാകും, അതുപോലെ തന്നെ എക്സാമിനേഷൻസ് ഉണ്ടാകും. അങ്ങനെ ഓഫ്ലൈൻ പ്ലസ് ഓൺലൈൻ എന്നുള്ളൊരു രൂപത്തിലാണ് ബ്ലെൻഡഡ് ബാച്ച് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇതേ XIQൽ തന്നെ നിങ്ങൾക്ക് ആ ബ്ലെൻഡഡ് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിലുള്ള സ്കോളർഷിപ്പുകളാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മുടെ XIQൻ്റെ ടോപ്പേഴ്സിൽ ആദ്യത്തെ 30 ആളുകൾക്ക് നമ്മുടെ ബ്ലെൻഡഡ് ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ 100% സ്കോളർഷിപ്പാണ്. അതുപോലെ അടുത്ത 30 റാങ്കിൽ വരുന്ന ആളുകൾക്ക് 75%, അടുത്ത 30 ആളുകൾക്ക് 50%, അത് കഴിഞ്ഞിട്ടുള്ള 30 ആളുകൾക്ക് 40%. ഇനി നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ള കട്ട് ഓഫ്, നമ്മൾ നിശ്ചയിക്കുന്ന കട്ട് ഓഫിന് മുകളിൽ സ്കോർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും 25% നമ്മുടെ ബ്ലെൻഡഡ് ബാച്ചിൻ്റെ കോഴ്സ് ഫീൽ സ്കോളർഷിപ്പ് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ഇതെല്ലാം നോട്ട് ചെയ്യുക, എക്സാമിന് വേണ്ടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഇവിടെയും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് ഇയറിലെ സ്കോളർഷിപ്പാണ് ഈ കാണിക്കുന്നത്. സെക്കൻഡ് ഇയറിലേക്ക് നമ്മൾ ഡിഫറെൻ്റ് ഒരു എക്സാം നടത്തും, അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഫീസ് നിശ്ചയിക്കുന്നുണ്ടാവുക. സോ XIQ എഴുതാൻ താല്പര്യമുള്ള 10th ഇപ്പോൾ പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. ഓൾ ദ ബെസ്റ്റ് പറയാണ്. രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. അതിൽ കേരളത്തിൽ എക്സാം എഴുതുന്ന ആളുകൾക്ക് 150 rupees പേ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാം, എക്സാമിന് വേണ്ടി രജിസ്റ്റർ ചെയ്യാം. നിങ്ങളുടെ സെൻറ്റർ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ അറിയിക്കും. സോ സെപ്റ്റംബർ 28 എന്ന് പറയുന്നത് ഒരു ഞായറാഴ്ചയാണ്. അന്നത്തെ ദിവസത്തേക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, എക്സാം എഴുതാൻ വേണ്ടി കാര്യങ്ങൾ പ്ലാൻ ചെയ്യുക. ഈ ഫീസ് അടച്ചുകൊണ്ട് പഠനം സ്റ്റാർട്ട് ചെയ്യാം. പഠിക്കാൻ നിങ്ങൾക്ക് എവിടെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് നമ്മുടെ പ്ലേലിസ്റ്റ് തന്നെയാണ്. നിയർലി ഒരു 15-ലധികം ലൈവ് ക്ലാസ്സുകളുണ്ട്. ഓരോ ക്ലാസ്സും നിയർലി 1 hourൻ്റെ ക്ലാസ്സാണ്. അപ്പോൾ അത്രയും ക്ലാസ്സുകളിൽ നിന്ന് ഇഷ്ടം പോലെ ഹയർ ഓർഡർ ക്വസ്റ്റ്യൻസ്, ഹയർ ലെവൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. അത് 9th ടോപ്പിക്കുകളൊക്കെ റിവൈസ് ചെയ്യാനുള്ള ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. ഓക്കെ, സോ എല്ലാവരും എക്സാം എഴുതാൻ ഡിസിഷൻ എടുത്തിട്ടുള്ളവരൊക്കെ പെട്ടെന്ന് തന്നെ അറിയിക്കുക. 10th ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളോ അല്ലെങ്കിൽ അവരുടെ പാരൻസോ ഉണ്ടെങ്കിൽ ഈ വീഡിയോ പെട്ടെന്ന് തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക. എക്സാമിൻ്റെ രജിസ്ട്രേഷൻ നേരത്തെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ഗൈഡൻസും സപ്പോർട്ടൊക്കെ നമുക്ക് തരാൻ സാധിക്കും. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.